എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടി ഹെയർ സ്റ്റൈലിന് യൂസ് ചെയ്യാവുന്ന യു പിന്നിൻ്റെ മേക്കിംഗ് വീഡിയോ ആണിത്. അപ്പോൾ അതിനുവേണ്ടി 0.4 mm ഗോൾഡൻ കളർ ഗിയർ വയറാണ് എടുത്തിരിക്കുന്നത്. ഇതിനൊരു 4 ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കമ്പിയിലേക്ക് ഒരു ഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു ആക്രിലിക് ഫ്ലവറാണ്, മെറൂൺ ഷെയ്ഡാണ് വരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വീണ്ടും ഒരു ഗോൾഡൻ കളർ ബീഡ്സും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ഹോളിലേക്ക്, ഫ്ലവറിൻ്റെ ഹോളിലേക്ക് ഈ കമ്പി തിരിച്ചിട്ട് ബാക്കിൽ കൂടി വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് വരിക. ഇതൊന്ന് ടൈറ്റാക്കി വലിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ ഒരു സൈഡിലെ കമ്പി ഇതുപോലെ കൈ കൊണ്ടൊന്ന് വളച്ച് അതിനൊന്ന് ചെറുതായിട്ട് ചുറ്റിയെടുക്കണം. ഇതിന് ശേഷം 2 കമ്പി നമ്മൾ കൂട്ടിപ്പിടിച്ച് 2 ടൈംസ് അതൊന്ന് ചുറ്റിയെടുക്കണം. വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള കമ്പി ഇതുപോലെ വീണ്ടും ഷേപ്പ് ആക്കി എടുത്തതിന് ശേഷം ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അത് വീണ്ടും 2 കമ്പിയും കൂടെ കൂട്ടിപ്പിടിച്ച് 2 ടൈംസ് ചുറ്റിയെടുക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കമ്പി ഒന്ന് കൈവച്ച് വളച്ച് അതിനെ ചുറ്റിയെടുക്കുന്നു. ഇങ്ങനെ 3 കമ്പിയാണ് നമ്മൾ വളച്ചെടുത്ത് വെച്ചത്. ഇനി ഇതിനെ നമ്മളൊരു യു പിന്നിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ യു പിൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഈ കമ്പിയിലേക്കൊന്ന് ചുറ്റിയെടുക്കണം. 2 സൈഡും ചുറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം സെൻറ്റർ പോർഷനിലാക്കി പിടിച്ചതിന് ശേഷം അതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലപോലെ വലിച്ചു പിടിച്ച് ഗ്യാപ്പില്ലാതെ വേണം ചുറ്റിയെടുക്കാനായിട്ട്. അടുപ്പിച്ചടുപ്പിച്ച് റിങ് വരത്തക്ക രീതിയിൽ ചുറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഈ എക്സ്ട്രാ വരുന്ന കമ്പി നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും കമ്പി ഇതുപോലെ ടൈറ്റാക്കി ചുറ്റിയെടുത്ത് എക്സ്ട്രാ വരുന്ന കമ്പി കട്ട് ചെയ്ത് കളയാം. സോ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. ഇത് ബാക്ക് സൈഡാണ്. ഇനി നമുക്ക് ഈ ഹോളിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് സ്റ്റോൺസ് ആഡ് ചെയ്യാണ്. ഗോൾഡൻ കളർ സ്റ്റോൺസ് ആണ് എടുത്തിരിക്കുന്നത്. ഈ 3 ഹോളിലേക്കും സെയിം കളർ സ്റ്റോൺ തന്നെയാണ് ആഡ് ചെയ്തത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. ഞാനിവിടെ ഒരു 5 യു പിന്നാണ് ഇതുപോലെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഫ്ലവർ ഞാൻ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തെടുത്തതെന്ന് കാണാം. സോ ഇതായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫ്ലവർ. ഒരു ബേബി പിങ്ക് ആയിരുന്നു. സോ അതിലേക്ക് ഞാൻ ഈ ഒരു കളർ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഒരു കസ്റ്റമൈസ്ഡ് വർക്കായിരുന്നു. കസ്റ്റമറിന് വേണ്ടിയിരുന്നത് ഡാർക്ക് മെറൂൺ ഷെയ്ഡായിരുന്നു. സോ മെറൂൺ ഷെയ്ഡിലുള്ള ഫ്ലവർ അവൈലബിൾ അല്ലായിരുന്നുകൊണ്ട് ഞാനിങ്ങനെ നെയിൽ പോളിഷ് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു. കുറച്ച് തിക്കായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. സോ ഇതുപോലെ നമുക്ക് ഏത് കളറിലും ഫ്ലവർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്.